ഇവിടെ രക്ഷാപ്രവർത്തനം ഇപ്പം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉയരത്തിൽ നിന്നാണ് ഈ പാറ പിളർന്ന് താഴേക്ക് വന്നിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു വലിയ പാറക്കഷ്ണവും ഇളകിയിരിക്കുകയാണ്. അത് ഏത് നിമിഷവും താഴെ വീഴാൻ പറ്റുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഭീകരമായ അവസ്ഥയിലാണ്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് ഇവിടെ ഉണ്ട്. പോലീസ്, മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വലിയ റവന്യൂ ഉദ്യോഗസ്ഥർ, നാട്ടുകാരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇപ്പം അറിയാൻ കഴിഞ്ഞത് NDRFന്റെ ഒരു ടീം ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആ കല്ല് മാറ്റിയെങ്കിൽ മാത്രമേ ഈ 2 ബോഡി എടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് ഈ ഉറപ്പാണല്ലേ ഈ മരണം സംഭവിച്ചതായിട്ട് ഉറപ്പിക്കാം അല്ലേ? രണ്ടുപേരുണ്ടെന്നുള്ളത് കറക്റ്റാണ്. ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കുമോ? ഇല്ല, ഇവിടുത്തെ ഇവിടുത്തെ സൂപ്പർവൈസ് അടക്കമുള്ള ആളുകളോട് സംസാരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഹിറ്റാച്ചി വെച്ച് ഈ പാറയുടെ വഴി റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അന്ന് ഹിറ്റാച്ചിയുടെ കൊണ്ടൊക്കെയാണ് ഹിറ്റാച്ചിക്കകത്ത് ഒരാളുണ്ടായിരുന്നു. രണ്ടാമത് വെള്ളം കൊടുക്കാൻ പോയ മറ്റൊരു തൊഴിലാളിയുണ്ട്. അങ്ങനെ 2 പേരെന്നാണ് ഇപ്പൊ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ്, ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് പ്രദേശത്ത്? രക്ഷാപ്രവർത്തനം ഇപ്പൊ ഫയർ റെസ്ക്യൂന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്? NDRF സംഘം എവിടുന്നാണ് തിരിച്ചിട്ടുള്ളത്? തിരുവല്ലയെന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുവല്ല ഉടനെ എത്തുമായിരിക്കും അല്ലെ പ്രതീക്ഷിച്ചത്? പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഈ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു പ്രതികരണം വരുന്നത്? ഇവർക്ക് എന്താണ് എത്തിച്ചേരാൻ? ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പാറ നല്ല ഉയരത്തിലാണ് ഈ പാറ ഉള്ളത്. അപ്പൊ ഏറ്റവും മണ്ടക്കിൽ നിന്നാണ് ഒരു ഇത് ഇളകി വീണിരിക്കുന്നത്. ആ ഇളക്കത്തിന്റെ ഒരു പ്രതിഫലമായിട്ട് മധ്യഭാഗത്തും ഇതേപോലെ വലിയൊരു ഭയങ്കര വലുപ്പമുള്ളതാണ്. ആ കല്ല് ഇളകി വെളിയിലോട്ട് വന്ന് നിൽക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അത്. അപ്പൊ അവിടെ പോയി ഈ മിഷൻ വെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിറ്റാച്ചി വെച്ച് പരിസരമൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് ഒരു ഹിറ്റാച്ചി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്കും കൂടുതൽ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ഇതിപ്പം NDRFകാരുമായ ആര് വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യണ്ടേ. ഇപ്പൊ ഫയർഫോഴ്സുകാരെ വളരെ പരിശ്രമമായ രീതിയിൽ തന്നെ അവർ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്ങും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഇത് അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോ? ഉണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേട്ടത്. ഓക്കെ. അപ്പോ ഈ ഉടമ ഇവിടെ എത്തിയിട്ടുണ്ടോ ഈ പാറമടയുമായി ബന്ധപ്പെട്ടിട്ട്? പാറമടയുടെ ഉടമ ഉടമയുടെ മകനെ ഈ ലൊക്കാലിറ്റിയിൽ എവിടെ മുമ്പേ കണ്ടായിരുന്നു. ഈ പാറമുടക്കെതിരെ മുൻപ് ഒരുപാട് പരാതികൾ വന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ക്രഷറിന്റെ ലൈസൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, എന്നിട്ടുമാണ് പ്രവർത്തിക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെ. ഇതിൽ സത്യാവസ്ഥയുണ്ടോ? ഇല്ല, അവർക്ക് ലൈസൻസ് കാരണം അവർക്ക് ജിയോളജിയിൽ നിന്നും ഈ പറയുന്ന പൊല്യൂഷനിൽ നിന്ന് എല്ലായിടത്തു നിന്നുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇവരെ ഹാജരാക്കാറുണ്ട്. ലൈസൻസ് ഇവർക്ക് നിലവിലുണ്ട്. ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നാട്ടുകാരുടെ ഒരുപാട് പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ തോട്ടിലുള്ള വലിഞ്ഞെല്ലാം മലിനമാക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ രേഖകളെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് ലൈസൻസ് കിട്ടാറുമുണ്ട്. ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഫയർഫോഴ്സിന് പറ്റുന്നില്ല. രക്ഷാപ്രവർത്തനം തുടരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായ രീതിയിൽ നടത്താൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അതായത് ഈ ചെങ്കുത്തായിട്ടുള്ള ഒരു പ്രദേശമായതിനാൽ തന്നെ ഫയർഫോഴ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇടിഞ്ഞു വീഴുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ പാറ? അങ്ങനെയാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ തൊഴിലാളികളൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ്, വർഷങ്ങളായിട്ട് പണിയെടുക്കുന്നത്. ഇവിടുത്തെ എനിക്ക് അത്ര ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നല്ല ശതമാനവും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.